ഒരു മനുഷ്യൻ ദിവസവും പണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് ജീവിതം മാറുന്നില്ല. മറ്റൊരാൾ അതിനെക്കുറിച്ച് അധികം സംസാരിക്കാതെ പതുക്കെ സമ്പന്നനാകുന്നു. യഥാർത്ഥ വ്യത്യാസം എവിടെയാണ്? അവർ കൂടുതൽ ഭാഗ്യവാന്മാരാണോ, അതോ പണത്തെക്കുറിച്ച് അവരുടെ മനസ്സ് പ്രവർത്തിക്കുന്ന രീതി തന്നെ വ്യത്യസ്തമാണോ? പലരും കരുതുന്നത് ധനികർക്ക് പണം കൂടുതൽ ലഭിക്കുന്നത് അവർ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നത് കൊണ്ടാണെന്നാണ്. എന്നാൽ യഥാർത്ഥ ജീവിതം അതിനേക്കാൾ സങ്കീർണമാണ്. ഒരേ സമയം ജോലി ചെയ്യുന്ന രണ്ട് ആളുകൾ അവർക്ക് ഒരേ ഫലം ലഭിക്കണമെന്നില്ല. കാരണം വരുമാനം പലപ്പോഴും മണിക്കൂറുകളുടെ എണ്ണത്തിൽ നിന്നും മാത്രം ജനിക്കുന്നില്ല. അത് തീരുമാനങ്ങളിൽ നിന്നും ശീലങ്ങളിൽ നിന്നും ജനിക്കുന്നു. അവസരങ്ങളെ കാണുന്ന രീതിയിൽ നിന്നും ജനിക്കുന്നു. നിങ്ങൾ ഒരിക്കലെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലർക്ക് പണം കിട്ടുന്ന നിമിഷം തന്നെ അത് എവിടേക്ക് പോകണമെന്ന് തീരുമാനിച്ചിരിക്കും. ചിലർക്ക് പണം കിട്ടിയ ശേഷം അത് എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുന്നത്. ഈ ചെറിയ വ്യത്യാസം വർഷങ്ങൾക്ക് ശേഷം വലിയ സാമ്പത്തിക വ്യത്യാസമായി മാറും. മണി സൈക്കോളജി പറയുന്നത് പണം ആദ്യം മനുഷ്യന്റെ മനസ്സിലാണ് രൂപം കൊള്ളുന്നത് എന്നാണ്. ഒരാൾ പണത്തെ എങ്ങനെ കാണുന്നു എന്നത് പിന്നീട് അയാൾ പണവുമായി എങ്ങനെ പെരുമാറും എന്ന് തീരുമാനിക്കും. ചിലർക്ക് പണം താൽക്കാലിക സന്തോഷം വാങ്ങാനുള്ള ഉപകരണമാണ്. മറ്റു ചിലർക്ക് അത് സ്വാതന്ത്ര്യം സൃഷ്ടിക്കാനുള്ള ഒരു വിഭവമായി മാറുന്നു. ധനികർ സമ്പന്നരാവാനുള്ള പ്രധാന കാരണം അവരുടെ ശ്രദ്ധയാണ്. അവർ അവരുടെ ശ്രദ്ധയെ നിയന്ത്രിക്കുന്നു. സാധാരണ ആളുകൾ പലപ്പോഴും ചിലവുകളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കും. ധനികർ വരുമാനം സൃഷ്ടിക്കുന്ന മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കും. ഒരാൾ ചോദിക്കുന്നത് എങ്ങനെ കുറഞ്ഞ ചിലവിൽ ജീവിക്കാമെന്നാണ്. മറ്റൊരാൾ ചോദിക്കുന്നത് എങ്ങനെ കൂടുതൽ മൂല്യം സൃഷ്ടിക്കാമെന്നാണ്. ഇവിടെ ഒരു മനഃശാസ്ത്ര സത്യമുണ്ട്. മനുഷ്യന്റെ തലച്ചോറ് നിരന്തരം എന്തിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നതനുസരിച്ച് അവസരങ്ങളെ തിരിച്ചറിയുന്നു. നിങ്ങൾ എല്ലായ്പ്പോഴും പണത്തിന്റെ കുറവിനെക്കുറിച്ച് ചിന്തിച്ചാൽ മനസ്സ് കൂടുതൽ കുറവുകളെ കാണിച്ചു തരും. നിങ്ങൾ മൂല്യം സൃഷ്ടിക്കുന്നതിനെപ്പറ്റി, അതായത് ലോകത്തിനൊരു വാല്യൂ നൽകുന്നതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ കൂടുതൽ സാധ്യതകൾ കാണാൻ തുടങ്ങും. ചില ആത്മീയ പാരമ്പര്യങ്ങൾ ഇതിനെ സമൃദ്ധിയുടെ മനോഭാവം എന്ന് വിളിക്കുന്നു. ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു സാമ്പത്തിക നിയമമല്ല. എന്നാൽ മനഃശാസ്ത്രം പറയുന്നത് നമ്മുടെ വിശ്വാസങ്ങൾ നമ്മുടെ പെരുമാറ്റത്തെ ശക്തമായിട്ട് സ്വാധീനിക്കുമെന്നാണ്. പണം എന്ന വാക്ക് കേൾക്കുമ്പോൾ ഭയം അനുഭവിക്കുന്ന ഒരാളും അവസരം അനുഭവിക്കുന്ന ഒരാളും ഒരേ തീരുമാനം എടുക്കില്ല. ധനികർ പലപ്പോഴും മറ്റൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടാവും. പണം നേരിട്ട് പിന്തുടരുന്നതിന് പകരം ആളുകൾക്ക് ആവശ്യമുള്ള ഒരു മൂല്യം സൃഷ്ടിക്കുക. അപ്പോൾ പണം അതിൻ്റെ പ്രതിഫലമായിട്ട് ലഭിക്കും. ഒരു നല്ല സേവനം, ഒരു പ്രശ്നത്തിനൊരു പരിഹാരം, ഒരു ഉപയോഗപ്രദമായ ഒരു കഴിവ്, ഇവയാണ് ദീർഘകാല സമ്പത്തിൻ്റെ അടിസ്ഥാനം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലർക്ക് വലിയ വരുമാനമുണ്ടെങ്കിലും അവർ സാമ്പത്തികമായി സ്ഥിരതയില്ലാത്തവരായിരിക്കും. കാരണം വരുമാനം സമ്പത്തല്ല. സമ്പത്ത് എന്നത് നിങ്ങൾ സമ്പാദിച്ചതിൻ്റെ എത്ര സംരക്ഷിച്ചു വളർത്തി, എത്ര ബുദ്ധിപൂർവ്വം ആ പണം ഉപയോഗിച്ചു എന്നതുമായി ബന്ധപ്പെട്ടതാണ്. ധനികരുടെ മറ്റൊരു ശീലം, നിശബ്ദമായ ഒരു ശീലം, വൈകിയ സന്തോഷം സ്വീകരിക്കുന്ന കഴിവാണ്. അതായത് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. സാധാരണ ആളുകൾ ഇന്ന് തന്നെ ആസ്വദിക്കണമെന്ന തോന്നലിൽ ശക്തമായിരിക്കും. അതായത് പണം കിട്ടി അപ്പോൾ തന്നെ അവർ അത് ആഘോഷിക്കുന്നു. ചില ധനികർ ഭാവിയിൽ കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കാനായി ഇന്നത്തെ ചില ആഗ്രഹങ്ങൾ മാറ്റിവെക്കും. ഇത് എല്ലായ്പ്പോഴും എളുപ്പമല്ല, പക്ഷേ ദീർഘകാല സാമ്പത്തിക വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ചില ആളുകൾ സംസാരിക്കാറുണ്ട്. പണത്തെ ഭയത്തോടല്ല, നന്ദിയോടും ഉത്തരവാദിത്തോടും കൂടി കാണണമെന്നാണ് അവർ പറയുന്നത്. ഇത് ആത്മീയ വിശ്വാസത്തിന്റെ ഭാഗമാണ്. തെളിയിക്കപ്പെട്ട ശാസ്ത്രീയ നിഗമനമല്ല. എന്നാൽ പെരുമാറ്റ മനഃശാസ്ത്രം കാണിക്കുന്നത് പണത്തെക്കുറിച്ചുള്ള ആരോഗ്യകരമായ സമീപനം മികച്ച സാമ്പത്തിക തീരുമാനങ്ങളിലേക്ക് നയിക്കുമെന്നാണ്. പലരും ധനികർക്ക് ഒരു രഹസ്യ സൂത്രവാക്യമുണ്ടെന്ന് കരുതുന്നു. യഥാർത്ഥത്തിൽ അവരുടെ വലിയ രഹസ്യം പലപ്പോഴും വളരെ സാധാരണമായിട്ടുള്ള തീരുമാനങ്ങളാണ്. അവർ വികാരാധീനമായിട്ട് എല്ലാ സാമ്പത്തിക തീരുമാനങ്ങളും എടുക്കില്ല. അവർ പണത്തെ ഒരു വികാരമല്ല, ഒരു വിഭവമായിട്ട് കാണുന്നു. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിഭവം. ഇനി ഒരു ഉദാഹരണം നോക്കാം. സാധാരണ ആളുകൾ ശമ്പളം കൂടിയാൽ ചെലവുകൾ കൂട്ടും. ചില ധനികർ ആദ്യം നിക്ഷേപം കൂട്ടും, ശേഷം ജീവിതശൈലി മാറ്റും. ഉദാഹരണത്തിന്, ഒരാൾക്ക് സാലറി ഹൈക്ക് ഉണ്ടായിരുന്നിരിക്കട്ടെ, ഉടൻ തന്നെ ഒരു കാർ എടുക്കുന്നു. എന്നാൽ ഒരു ധനിക മനസ്ഥിതിയുള്ള ഒരു വ്യക്തി ആ പണം കിട്ടുമ്പോൾ അത് നിക്ഷേപിക്കുന്നു. ഇത് ജീവിതശൈലിയെ മാറ്റുന്നു. ഇതിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷം വലിയ വ്യത്യാസം അവരുടെ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടും. ഇനി മറ്റൊരു രഹസ്യം സമയത്തിന്റെ ശക്തി മനസ്സിലാക്കുന്നതാണ്. ചെറിയ തുകകൾ പോലും സ്ഥിരമായി നിക്ഷേപിക്കുമ്പോൾ കാലക്രമേണ വലിയ സമ്പത്തായി മാറാം. പലരും പണം കുറവാണെന്ന് പറഞ്ഞ് തുടങ്ങാതിരിക്കും. ചില ധനികർ ചെറിയതിൽ നിന്ന് തുടങ്ങും. കാരണം അവർക്ക് അറിയാം, സമ്പത്ത് പലപ്പോഴും വലിയ ചാട്ടത്തിലൂടെയല്ല, ചെറിയ ചെറിയ സ്ഥിരതയിലൂടെയാണ് ഉണ്ടാകുന്നത്. സാമൂഹികമായി നോക്കിയാൽ മറ്റൊരു വ്യത്യാസവും കാണാം. പലരും പണം ഉപയോഗിക്കുന്നത് മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്.
ചില ധനികർ പണം ഉപയോഗിക്കുന്നത് കൂടുതൽ സ്വാതന്ത്ര്യം വാങ്ങാൻ വേണ്ടിയാണ്. ആദ്യത്തെ വഴി പലപ്പോഴും തുടർച്ചയായ ചെലവിലേക്ക് നയിക്കും. രണ്ടാമത്തെ വഴി, അതായത് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി, ദീർഘകാല സമ്പത്തിലേക്ക് നയിക്കും. എന്നാൽ ഒരു കാര്യം വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. പണം ആകർഷണം എന്ന ആശയം അത്ഭുത ശക്തിയല്ല. വെറും ചിന്ത കൊണ്ട് പണം എത്തും എന്ന് തെളിയിക്കപ്പെട്ട സാമ്പത്തിക സത്യമല്ല. എന്നാൽ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കും. നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കും. നിങ്ങളുടെ പ്രവർത്തനങ്ങളാണ് ഒടുവിൽ നിങ്ങളുടെ സാമ്പത്തിക ഫലങ്ങളെ രൂപപ്പെടുന്നത്. അതിനാൽ ധനികരുടെ യഥാർത്ഥ നിശബ്ദ രീതി ഒരുപക്ഷെ ഇതായിരിക്കാം. അവർ പണത്തെക്കുറിച്ച് വ്യത്യസ്തമായിട്ട് ചിന്തിക്കും. പണം നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടുന്നതിനേക്കാൾ അതെങ്ങനെ മൂല്യമായി മാറ്റാം എന്ന് അവർ ചിന്തിക്കും. മറ്റുള്ളവരുടെ മുന്നിൽ സമ്പന്നനായി തോന്നുന്നതിനേക്കാൾ ഉള്ളിൽ സാമ്പത്തികമായി സുരക്ഷിതനാകാൻ ശ്രമിക്കും. അവസാനം നിങ്ങൾ തിരിച്ചറിയുന്ന ഏറ്റവും വലിയ സത്യം ഇതായിരിക്കും. പണം ആദ്യം ബാങ്ക് അക്കൗണ്ടിൽ വരുന്നതിന് മുൻപ് മനസ്സിന്റെ ഭാഷയിലെത്തുന്നു. കുറവിന്റെ ഭാഷ സംസാരിക്കുന്ന മനസ്സൊരു ജീവിതം നിർമ്മിക്കും. സാധ്യതയുടെ ഭാഷ സംസാരിക്കുന്ന മനസ്സ് മറ്റൊരു ജീവിതം നിർമ്മിക്കും. യഥാർത്ഥ ആകർഷണം പുറത്തുള്ള അത്ഭുതങ്ങളിൽ നിന്നല്ല, ഉള്ളിലെ വിശ്വാസങ്ങൾ പതുക്കെ പ്രവൃത്തികളായി മാറുന്ന നിമിഷങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്.